ഹലോ കേസ് പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു അനാമികയുടെ അടുത്ത് എന്ന് പറയുകയാണ് കേട്ടോ. എടോ താൻ ടെൻഷനൊന്നും അടിക്കണ്ട, താൻ ഓർക്കുന്ന പോലെ ഒന്നുമില്ല, ചുമ്മാ ഓരോന്നൊന്നും വെറുതെ ചിന്തിച്ചു കൂട്ടണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ് എനിക്ക് ഇവന്മാരെ പോലെ തന്നെയാണ് അനിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലേടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുകയാണ് അതെ അതെ എന്ന് പറയുവാണ് കേട്ടോ ചിരിച്ച്. അത് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് കെട്ടാനുള്ള പെണ്ണ് കൂടി ഇരുന്നിട്ട് അനിയുടെ മുഖത്തൊരു സന്തോഷമില്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനാമിയുടെ മുഖം ഒന്ന് ചെറുതായിട്ട് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അവരപ്പുറം മാറിയൊരു സീറ്റിലിരിക്കുവാണ്. അനിയനെ നന്ദു നോക്കുന്നുണ്ട്, നന്ദു അനിയനെ നോക്കുന്നുണ്ട് കേട്ടോ, പയ്യെ എയർ കണ്ണൊക്കെ ഇട്ട്. അതൊന്നും അനാമിക ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അനാമിക അവൾക്കൂടെ ഇറിറ്റേറ്റ് ആയിട്ട് പറയുവാണ് കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കാമെന്ന് ഓർത്ത് ഇവിടെ വന്നേ, അപ്പോൾ ദേ കറക്റ്റായിട്ട് ഇവിടെയും വന്നേക്കുന്നു, ആരോ പറഞ്ഞറിയിച്ച പോലെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അതൊന്നും അല്ലടോ, നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ അവർ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരുവേല. അപ്പോഴത്തേക്ക് അനാമി പറയാം എന്നാൽ വാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദി ചോദിക്കുന്നുണ്ട് ഞാൻ വന്നുകൊണ്ടാണ് നിങ്ങൾ പോകണേന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അവരിറങ്ങി കഴിയുമ്പോഴേക്കും നന്ദുവിൻ്റെ മുഖത്തെ വാട്ടം കാണുമ്പോഴേക്കും കൂട്ടുകാർ ചോദിക്കുക നിനക്ക് വിഷമമായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു ദേഷ്യപ്പെട്ട് പറയുകയാണ് ഇതുപോലത്തെ സംസാരം ഇനി സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെയൊക്കെ വീണ്ടും ഞാൻ കൂട്ടത്തിൽ കൂട്ടിയെന്ന് ചോദിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയാണ്. ജലജയാണെങ്കിൽ കനക മുറി കിടക്കുന്ന ഇഷ്ടപ്പെടാഞ്ഞിട്ട് മുറി പൂട്ടി താക്കോലും കൊണ്ട് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് കനക കിടക്കാറായപ്പോൾ മുറി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് പൂട്ടിയിട്ടേക്കുമെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും കനക മനസ്സിൽ ചിന്തിക്കുക നീ എൻ്റെ അടുത്താണോ കളിക്കുന്നത്, നിന്നിലും വലിയ ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ തലേന്നൊരു സ്ലൈഡ് ഊരി ആ ലോക്ക് തുറക്കുവാണ് കേട്ടോ. എന്നിട്ട് അകത്ത് കയറിയിട്ട് പറയുകയാണ് ഇന്ന് അവളിങ്ങ് വരുമ്പോഴത്തേക്കും ഞാൻ ഈ മുറി ഇരിക്കുന്ന കണ്ട് ഞെട്ടിപ്പോണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് താഴെ അബി വന്നിട്ട് ജലജോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ കിടക്കുന്നില്ലേ, രാത്രിയിൽ എന്താ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അവളില്ലേ ആ കനക അവളിന്ന് സ്റ്റോർ റൂമിലോ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ, ഞാൻ മുറി പൂട്ടി കുറേ കഴിഞ്ഞ് അവൾ ഉറങ്ങിക്കഴിഞ്ഞ് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ മുറി പോയി കയറി കിടന്ന് ഉറങ്ങിക്കോളാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അബി പറയുന്നുണ്ട് ഇത് മുത്തശ്ശനൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരറിഞ്ഞാലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, ഞാൻ ലെവലോ വിഷവും കൊടുക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അബി പറയുന്നുണ്ട് വിഷവും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അവർ രണ്ട് മക്കൾക്കും കൂടെ കൊടുക്കണം, എങ്കിൽ എൻ്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമെന്ന് പറയുവാണ്. പിന്നെ നമ്മുടെ നന്ദു വീട്ടിൽ വന്ന് ഒരു ഡയറിക്കകത്ത് അനിയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നിൻ്റെ ഈ ഇരിപ്പ് കാണുമ്പം എനിക്ക് പേടിയാവുന്നു, നിനക്കിതുവരെ മാറ്റം ഉണ്ടെന്ന് പറയുന്നല്ലാതെ നീ മാറാത്ത എന്താ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ, നമ്മൾ കല്യാണത്തിൻ്റെ തലേദിവസം ചെല്ലുമ്പോഴും ഇങ്ങനെ എല്ലാവരും മുമ്പിൽ ഇരിക്കാനാണോ നീ ഉദ്ദേശിച്ചേക്കുന്നത്, അത് സംശയമല്ലേ ഉണ്ടാക്കുകയുള്ളൂ, നിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം വന്നു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായി, ഈ കല്യാണം ഒരിക്കലും മുടങ്ങിപ്പോകാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട് ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയി മാറി നിന്ന് പൊട്ടി കരയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് ജലജ പയ്യെ മുറി തുറക്കാൻ വേണ്ടി ചെല്ലുവാണ്. തുറന്നകത്ത് കയറുമ്പോൾ കനക ജലജയുടെ ഒരു നൈറ്റിയൊക്കെ ഇട്ട് കട്ടിലേരിക്കുവാണ് കേട്ടോ. കമോൺ ബേബി എന്നൊക്കെ പറഞ്ഞ്. ഇത് കാണുന്ന ജലജയ്ക്ക് ദേഷ്യം വരുവാണ്. എന്നിട്ട് ചോദിക്കുക നീ എന്തിനടി എൻ്റെ നൈറ്റി എടുത്തിട്ടേക്കുന്നത്, എൻ്റെ നൈറ്റി ഊരെന്ന് പറഞ്ഞ് വലിച്ച് പറിക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴത്തേക്കും കനകയാണ് ജലജയ്ക്കിട്ട് ഒറ്റ തള്ളു വെച്ച് കൊടുത്തിട്ട് ആ കട്ടിലെ കയറി ചാടി തുള്ളി മറിയുവാണ് കേട്ടോ. അവിടെ കിടന്ന് ഉരുളുന്നു, അത്തെ കയറി കിടന്ന് ചാടുന്നു, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. എന്നിട്ട് പാട്ടും പാടുന്നുണ്ട് സുന്ദരി ഒന്നൊരുങ്ങി വാന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കണ്ട് ജലജയ്ക്ക് കലി കയറിയിട്ട് പാടില്ല. ജലജ പറയുന്നുണ്ട് എൻ്റെ 3000 രൂപയുടെ നൈറ്റി ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇച്ചിരി ഓവറല്ലേ, അതിൻ്റെ അഹങ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ കളിയാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയാം അല്ലെങ്കിലും ഇതിന് ആർക്ക് വേണം, നീട്ടമൊന്നും എനിക്ക് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കനക പറയുന്നുണ്ട് എന്നാൽ അങ്ങ് മാറിക്കേ, ആ ഷെൽഫിൽ കുറേ സാരി ഉണ്ട്, ഞാൻ അതെല്ലാം ഒന്ന് ഉടുത്തു നോക്കട്ടെ, എങ്കിൽ പിന്നെ അതെല്ലാം എനിക്ക് തരുമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുക കുറച്ച് നാണം വേണം ഈ മനുഷ്യരായിക്കഴിഞ്ഞാൽ, കുറച്ച് നാണവും മാനവും. അങ്ങനെ അവരുകൊണ്ട് അവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ആദർശം നമ്മുടെ നയനയ്ക്ക് വേണ്ടി കൊലുസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നയനോട് പറയുന്നുണ്ട് നീ ഇവിടെ വന്നിരിക്കുക, ഇത് കാലിട്ട് തരാം എന്ന് ചോദിക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് ഇത് ആർക്കാ, ഇതെൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചതെന്ന് പറഞ്ഞ് ആദർശം തന്നെ കൊലുസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നയനയുടെ കാലിൽ. എന്നിട്ട് പറയുന്നുണ്ട് ചേരുന്നുണ്ട്. എന്നിട്ട് ആദർശം പറയുകയാണ് ഇതിനി അമ്മയോട് പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് അതെന്താ, പറഞ്ഞാൽ കള്ളം പറയുന്ന എന്തിനാ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം പറയാം ചുമ്മാ ഒരു കുടുംബകലഹം ഉണ്ടാക്കണ്ടല്ലോ, ഇനിയിപ്പോൾ കണ്ടാലും നിൻ്റെ അമ്മ മേടിച്ച് തന്നാന്ന് വല്ലതും പറഞ്ഞാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് നയനോട് പറയുവാണ് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതല്ലേ നീയാണെങ്കിൽ പ്രതിഫലം ഒന്നും മേടിക്കത്തുമില്ല, അതുപോലെ ഇങ്ങനെ പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളായിട്ട് തരാം എന്നിങ്ങനെ പറയുവാണ് കേട്ടോ ആദർശ. അപ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് എന്നോട് ചെറുതായിട്ട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ആദർശം അത് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം
സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇനി നീയായിട്ട് ഇതാരെയും കൊണ്ട് കാണിക്കുകയൊന്നും വേണ്ട, അമ്മ കണ്ടാൽ മാത്രം നിൻ്റെ അമ്മ മേടിച്ചു തന്നാന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നയന എല്ലാത്തിനും തലയാട്ടി സമ്മതിക്കുവാണ്. പിന്നെ നിർമ്മൽ അബിയുടെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന നവ്യാണ് കേട്ടോ. നവ്യയുടെ ഒച്ച കേൾക്കുമ്പോഴേക്കും നിർമ്മൽ മാറ്റി പെണ്ണിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുവാണ്. രേഖയാണ് വിളിക്കുന്നത്, ഒന്ന് അബിക്ക് ഫോൺ കൊടുക്കുമെന്ന്. അങ്ങനെ അബിക്ക് ഫോൺ കൊടുത്തിട്ട് ഇതേ ഒരു രേഖ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അബി ഏത് രേഖ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് നവ്യ പറയും, അങ്ങനെ ഒരു പെണ്ണെ തന്നെ നിനക്ക് അറിയില്ല അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നിർമ്മൽ ഇതെല്ലാം ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ. പണിയായോ, ഇവൻ കുളമാക്കുമെന്നൊക്കെ ചിന്തിക്കുവാണ്. പെട്ടെന്ന് അബി ഉരുണ്ട് മറിയാണ്, എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയാം, നിനക്ക് അറിയാൻ പാടില്ല, മുത്തശ്ശിയോടും ഞാൻ പറയാം എന്ന് പറയുമ്പോഴത്തേക്കും അബി പറയാം, അതെന്തിനാ നീ എല്ലാ കാര്യവും പോയി അവരോട് പറയുന്നത്? അല്ല, നീ എന്നെ മോശക്കാരിയാക്കാൻ നോക്കിയാണല്ലോ, നിനക്കിങ്ങനെ ഓരോ കോള് വരുന്ന കാര്യമൊക്കെ എന്തിനാ ഞാനും മറച്ചു വെക്കുന്നത്? അങ്ങനെ ഞാൻ മാത്രം മോശക്കാരിയായാൽ മതിയോ? നിൻ്റെ കയ്യിരിപ്പ് അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അബി നിർമ്മലോട് ചോദിക്കും, എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ആ 10 ലക്ഷം പറഞ്ഞത് നീ ഇതുവരെ തന്നില്ല, അതിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാന്ന് പറയുന്നു കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അബിക്ക് ആ കൂടെ ദേഷ്യവും വിഷമമൊക്കെ വരുവാണ്. എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.